ഒരു മിനിറ്റാ. എടാ ഞാൻ CCTV എടുക്കുക, നീ പുറത്ത് നിൽക്കുന്ന കാണാൻ പോട്ട്. ഇതെന്താണിത്? കാറ്ററിങ്ങിന് വന്നല്ല, നീ കുക്കാന്നടാ. ഇതെന്താണ് കാണിക്കുന്നത്? ഒരു കസാല എടുത്ത് കൊടുത്തേ. ഇതെന്താണ് ഇവൻ? ഇൻട്രോവേർട്ടാണ് ഇവൻ. ഇൻട്രോവേർട്ടാ ഇവൻ. അവിടെ നീ എന്തിനാ പിന്നെ പുറത്ത് നിന്നേ? എന്തിനാ പുറത്ത് നിന്നേ? കേറി വന്നോടെ. മൈക്ക് കൊടുത്തേ, മൈക്ക് കൊടുത്തേ, മൈക്ക് കൊടുക്കേ. എന്താ കണ്ണടല്ലുണ്ട്? ഇതെന്താണ്? നോക്കട്ടെ, ആലോചിക്കട്ടെ, നോക്കട്ടെ. ഉറപ്പില്ല, നീ ഓവറാക്കി ചിലപ്പോ നീ എന്താ നടുപ്പുറത്ത് അടിച്ചടാ. നീ ഇങ്ങനെ കെട്ടിപ്പിടിക്കണം. അതുകൊണ്ടല്ല, എന്റെ സന്തോഷം കൊണ്ടല്ലേ. എടാ അങ്ങനെടാ, റയർ ആയിട്ട് എനിക്കിങ്ങനെ അവസരം കിട്ടിയേ. നീ ഇങ്ങനെ തുപ്പിയാണ് പറഞ്ഞേ. താങ്ക് യു റാംബോ. ഉഷാറല്ലേ? സുഖല്ലേ? പൊളിയല്ലേ സംഭവം? മുടിയല്ല ഇങ്ങനെ വെറൈറ്റി പരിപാടി. ഇനി പ്രൊഫഷണൽ കുക്കല്ലേ ഞാന്. കുക്കിനൊന്നും ഇത്ര സെറ്റപ്പ് വേണ്ട. അതല്ല, നിന്റെ അടുത്ത് വരുന്ന കുക്കല്ലേ? ആ കോട്ടൂരിയത് ഞാൻ ഒരു ഷോപ്പിന്. ഷോഫ് വേണ്ട. ഇവൻ കുറച്ച് ഓവറല്ലടാ. ഇവൻ കുറച്ച് ഓവറല്ലേ? ഗൈസ് അങ്ങനല്ല, സന്തോഷം കൊണ്ടാണ് സുഹൃത്തുക്കളെ. ഇത് എവിടെ നിന്ന് വാടകയ്ക്ക് എടുത്ത? ഇത് വാടകയൊന്നുമില്ല. ഇത് ഞാൻ സത്യം വാടക എടുത്തല്ല. ഇതിന്റെ മുമ്പ് ഒരു ബിസിനസ് ഒക്കെ ഉണ്ടായി, അതൊക്കെ പൊട്ടി പാളീസായി. അപ്പൊ അതിന്റെ കോട്ട അത് ഒരു പരിപാടി ഉണ്ടാക്കാം, പിന്നെ പറയാം. ഗൈസ് സന്തോഷം മുസ്തുമണികളെ. കാരണം വെച്ചാല് മഴവില്ലൊന്നല്ല. ഗൈസ് മഴവില്ലല്ല, മൊത്തം മഴവില്ല് മോനെ. ഒരിക്കൽ മഴവില്ല് കിട്ടിക്കഴിഞ്ഞാ, നമ്മുടെ ചാറ്റിൽ ഒരിക്കൽ മഴവില്ല് കിട്ടിക്കഴിഞ്ഞാ ജാസി പിന്നെ നീ തീർന്നിന്. നമ്മളെ ചാറ്റിൽ ഒരു പ്രാവശ്യം മഴവില്ല് കിട്ടിക്കഴിഞ്ഞാ പിന്നെ ഒരിക്കലും വിട്ടു പോകൂല. താങ്ക് യു. മഴവില്ലായിരിക്കും. ഇല്ല അങ്ങനെയൊന്നുമില്ല, എന്നെ അവർ മനസ്സിലാക്കും. കുക്ക് അമ്മനൊരു മുത്തം കൊടുത്തു. പറയുന്നതിന് മുമ്പ് അതില് ചെയ്യാന്ന്. അല്ല അങ്ങനല്ല. ഇനിയിപ്പൊ നിന്റെ ലൈവില് നമ്മള് പരിപാടികള് ലൈവിലൊന്നുമില്ല. അടുക്കള കയറുക, കുക്ക് ചെയ്യുക, ഫുഡ് കൊണ്ടു തരുക. ഇതെന്തിനേക്ക് ഇത്രയും സെറ്റപ്പ്? ഇവന് മറ്റേ ഇതെല്ലാം കൊടുത്തേ, സാധാ വേഷം കൊടുത്തേ. വേണ്ട, കുറച്ചേരം കൊണ്ടിരിക്കട്ടാ. ഇവന്റെ ഡ്രസ് കൊടുക്കുക, ഡ്രസ് വാങ്ങിച്ചു കൊടുക്കുക. എന്നിട്ട് നിക്ക് പറ, ഇന്റെ കഥയെല്ലാം പറ. എന്നിട്ട് കഥയൊന്നുമില്ല, പുതിയൊരു എന്തായാലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. ഒരു കൈ നോക്കാം, അത്രേ ഉള്ളൂ. വേറെ ഇപ്പൊ എന്താണ്? സന്തോഷം. കാരണം വെച്ചാല് അല്ല അങ്ങനെയല്ല, എത്രയോ ആളുകളുടെ ഇടയിൽ എന്നെ ജസ്റ്റ് ഒന്ന് ഇതാക്കാനോ. 17 ഫോളോവേഴ്സ് ഉള്ള ഒറ്റ റീല് കാരണം അടിച്ചു കയറി. അപ്പൊ ആ റീൽ ഇപ്പൊ 2 മില്യൺ ആയി തോന്നുന്നു. പിന്നെ അതിന്റെ ശേഷം ഇവരെന്തിനാ അടിക്കുന്നത്? അടിക്കാൻ പറ്റൂല. പോയി ഡ്രസ്സെല്ലാം മാറ്റി തന്നെ. നല്ല ഡ്രസ് നിനക്കുള്ള ഡ്രസ്സാ. അപ്പൊ ഞാൻ ഈ ഡ്രസ്സിൽ വരും, നിങ്ങൾക്ക് മനസ്സിലായി? എങ്ങനെ? നിനക്ക് ഇവിടെ ഡ്രസ് വേണ്ടേ? ഇതെന്താണ്? ഇത് കുക്കിന്റെ ഡ്രസ്സാ. ഇത് കുക്കിന്റെ ഡ്രസ് ഇട്ടിട്ടോ? ഇവിടെ ക്യാരക്ടർ. എടാ നീ ഇവിടെ ഒരു ക്യാരക്ടറാണ്. എടാ നീ കുക്ക് മാത്രല്ല, നീ ലൈവിലൊരു ക്യാരക്ടറും കൂടിയാണ്. അപ്പൊ നമ്മൾ പറയുന്ന ഡ്രസ്സെല്ലാം ഇടണം, മനസ്സിലാ? ഇപ്പൊ നിനക്ക് കുറച്ച് കാണൂലേ? അല്ല ചെക്കൻ ഒന്ന് പ്രൗഡിയിൽ ഇരിക്കട്ടെ. എന്നിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും ചാറ്റിനോട്. എടാ ഇതെന്താടാ ചാറ്റ് മൊത്തം അപ്പൊ ഇപ്പൊ കുറച്ച് കഴിഞ്ഞ അമ്പിളിമാനും സൂര്യനൊക്കെ ആക്കും. വെൽക്കം ബാക്ക്. ഇനി നല്ല വിഭവസമൃദ്ധമായ ഫുഡുകളെ തൊപ്പിക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നതാണ്. എന്നാലും എങ്ങനെ തോന്നി ഞാനൊന്ന് എടുക്കാനേ? നിന്നെ എടുക്കാൻ കാരണം എന്താ? അടിവനെ എടുക്കാൻ കാരണം എന്താ? ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ട്. പിന്നെ വേറെ എന്തോ മെയിൻ കാരണം എന്തോ ഉണ്ടായിട്ടില്ല, ഞാൻ മറന്നുപോയി.
അല്ല പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലല്ലേ കുറെ ആൾക്കാർ നോക്കി ഇവന്റെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ചാറ്റ് നിന്നെ എടുക്കാനുള്ള മെയിൻ കാരണം ചാറ്റ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇട്ട് കഴിഞ്ഞാലും കാര്യമില്ല. കാരണം എന്തായി കഴിഞ്ഞാൽ എന്നെ ഇവിടെ എത്തിച്ച എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ 1000 പൂച്ചെണ്ടുകൾ ആശംസകൾ അർപ്പിക്കുകയാണ് എന്റെ സുഹൃത്തുക്കളെ. പൂച്ചണ്ടല്ലേ 1000 10,000 ലക്ഷങ്ങൾ കോടികൾ അനന്ത ആയുഷ് മികായുഷ് മുഴുവനുള്ള എല്ലാവിധ ആശംസകളും. സൈക്കോ സൈക്കോ എന്ന് വെച്ചാൽ PCC ഉണ്ട് ബേഗിലായിട്ടുണ്ട് എടുത്തിട്ടില്ലേ? PCC മാത്രം പോരാ, നിന്റെ മെന്റൽ സർട്ടിഫിക്കറ്റും കൂടി വേണം. എന്തായാലും വേണം. ഇതെന്തോ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടല്ല കണ്ടന്റ് സന്തോഷം കൊണ്ടാണ്. എന്താണ് തൊപ്പി കിസ്റാൻ പറയാ അല്ല കുക്ക് കിസ്റാകുമ്പോ വീണ്ടും വന്നു. അതല്ല നമ്മള് ചേട്ടന് സീനില്ല. അതൊക്കെ നമ്മളൊരു സ്നേഹബന്ധങ്ങളാ. അതിന് സീനൊന്നുമില്ല. അതിന് നിങ്ങൾ കൊണ്ടുവരുന്ന മഴവിൽ നിന്ന് എന്ത് വിളിച്ചു കഴിഞ്ഞാലും സീനില്ല. ഗൈസ് നിങ്ങൾ കാരണം നിങ്ങൾ എന്തെന്നെ കുറ്റം ഞാൻ കാര്യം പറയാ, നീ ഇവിടെ എത്തിയതിൽ നീ നന്ദി പറയേണ്ട ഒരേ ഒരാള് ഈ ചാറ്റാണ്. കാര്യം പറയല, അത്രയും ആൾക്കാർ നിന്റെ റീൽ എനിക്ക് ഷെയർ ചെയ്ത് തന്നിന്. എനക്ക് വന്ന് കുറെ ആൾക്കാർ ഇങ്ങനെ റീൽ ഇട്ടെന്ന് തോന്നല്ലേ, കുക്കായിട്ട് വരണം. പക്ഷെ നിന്റെ ഏറ്റവും കയറിയത്, നിന്റെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ എനിക്ക് അയച്ചത്. 17 ഫോളോവേഴ്സ് ഉള്ളതിന് മില്യൺ ഫോളോവേഴ്സ് ഒന്നും ആയില്ല. ജസ്റ്റ് മൂപ്പർ ഒറ്റ കാരണം ഒരു ആവശ്യമില്ല എന്നെ റിയാക്ട് ചെയ്യാൻ ഒന്നിനും. മൈലൻ ഓവറാന്ന് പറയുന്നത് ഓവറാന്നല്ലോ, ഓവർ ഏതെങ്കിലും ഒരുത്തം പറയുന്നേക്കും അങ്ങനെയൊന്നല്ല. എന്തായാലും കുറെ ആൾക്കാർക്ക് എന്നെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, നിങ്ങൾ സപ്പോർട്ട് ചെയ്തോണ്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യടാ. മൈ നെയിം ഈസ് ജാസി അങ്ങനെ പറഞ്ഞിട്ട് ഇതാക്ക് നീ ഇൻട്രൊഡ്യൂസ് ചെയ്യടാ. ഓക്കെ, ഇത് MRGയിലേക്ക് വെൽക്കം ചെയ്യാം. ഇവരെ എടാ നമ്മളെ മാല എടുത്തിട്ട് വന്നേ, അതിന് പറ്റില്ല മാല. ഓക്കെ, MRGയിലേക്ക് നമ്മൾ വെൽക്കം ചെയ്യാൻ പോയത്. MRGന്റെ പുതിയ കുക്ക് MRG ജാസി ഇതൊക്കെ ഇനി വലിയ റീലും ഇതൊക്കെ ആയി വരൂലേ ആൾക്കാർ. ഇതെല്ലാം സ്ഥിരമായിട്ട് ഞാൻ ഇവിടെ കയറുന്ന പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്കെല്ലാം ഇട്ട് കൊടുക്കുന്നത്. എന്തിനാ നിന്ന് കൊടുക്കുന്നത്? ഇതിന് കണ്ണട മാറ്റടാ. ഇതിന്റെ കാണട്ടെ, എന്റെ കണ്ണിലേക്ക് നോക്കട്ടെ. താങ്ക് യു ഗൈസ്. അപ്പൊ ഓക്കെ, ലെറ്റ്സ് വെൽക്കം MRG ന്യൂ കുക്ക് ജാസി. രണ്ട് ചാടിയും കണക്കാന്നാ അങ്ങനെ കിക്ക് അവിടെ നിന്നെ കിക്ക് ചെയ്യാനാന്ന് വന്ന ഉടനെ പറഞ്ഞു. നീ ആദ്യം തന്നെ വന്നിട്ട് ഓവറാക്കി, അതാണ് പ്രശ്നം. മനസ്സിലായി? അങ്ങനെ ഇത്രയും ഓവറാക്കുന്നത് സത്യം പറഞ്ഞ എന്റെ ക്യാരക്ടർ ഓവർ ഇല്ല. കാരണം വെച്ചാൽ ഞാൻ പിന്നെ നിങ്ങളുടെ കണ്ടൊരു ആവേശത്തിന്റെ പുറത്ത് ഇതായതാണ്. കാരണം എന്താ നിന്റെ ക്യാരക്ടർ? നിന്റെ ശരിക്കുള്ള എന്റെ ക്യാരക്ടർ മീഡിയ ആണ്, ഓവറും ഇല്ല. അല്ല അങ്ങനെയല്ല, നിന്റെ കഴിവുകൾ എന്തല്ല, നീ എന്തെല്ലാം നിന്റെ കഥ പറ. കഴിവെന്ന് വെച്ചാ കഥ പറ നിന്റെ എന്റെ കഴിവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്താണ്, ഞാൻ വ്ലോഗ് ചെയ്യും, പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ ഇഷ്ടമുണ്ട്. പിന്നെ അതേപോലെ തന്നെ പ്രസംഗം പറയും. പണ്ട് പഠിക്കാൻ പ്രസംഗം പറഞ്ഞു. പിന്നെ നടത്ത മത്സരം അല്ല അങ്ങനല്ല, ആർട്സ് സ്പോർട്സ് വേറെ എന്താ കഴിവ് അറിയാ. അങ്ങനല്ല, വാക്കിംഗ് ഇല്ലേ പണ്ട് ഞാൻ സ്റ്റേറ്റ് ലെവലൊക്കെ അത് വീട് കാണിക്കാൻ പറ്റില്ല. നോക്കട്ടെ ഇപ്പൊ ഇവിടുന്ന് നടക്കുക അവിടെ സ്ഥലമൊന്നുമില്ലല്ലോ. നടക്കലൊക്കെ കഴിവ്. അങ്ങോട്ട് എടുത്തണ എന്താണ് തിരിഞ്ഞു പോണം? അത് വേണ്ട, തിരിഞ്ഞു പോണ്ട. അപ്പൊ ശരിയില്ല. എടാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ആടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. എടാ നോക്കട്ടെ, നിന്റെ കഴിവ് നോക്കട്ടെ. എടാ മാറാ മോട്ടെ ഇവിടെ ഗൈസ്. ഇങ്ങനെ സംഭവം ഉണ്ട്. നിങ്ങൾക്ക് നടക്കുന്ന ആൾക്കാർ ചോദിച്ചാൽ മനസ്സിലാവും. ഇപ്പൊ ഒരു ചെറിയൊരു കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതാ നിന്റെ കഴിവ്? അല്ല, അതൊരു ഇതാണ്. അല്ല, പണ്ട് പഠിക്കുന്ന സമയത്ത് ഇത് നടക്കലാന്ന് അങ്ങനെയല്ല. ഇനിയിപ്പോ വേറെ എന്താ പ്രസംഗം പറയും. പിന്നെ പഠിക്കുന്ന സമയത്ത് പ്രസംഗം പറ. ടോപ്പിക് എന്താ വേണ്ടേ? എന്തെങ്കിലും ടോപ്പിക് പറ. നിങ്ങൾ പറയുന്ന എന്തും ഞാൻ പറയും. എന്തും എനിത്തിങ് എവരിത്തിങ്.
പ്രണയത്തിനെ കുറിച്ച് പ്രണയത്തിനെ കുറിച്ച് പ്രണയമേ നീ കരയുമ്പോൾ ചിരി തൂകി ഞാൻ എഴുന്നു എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും പ്രണയം എന്ന് പറയുന്ന ഒരു മനുഷ്യന് എന്താ പറയാ, പ്രണയം എന്ന് പറയുന്നത് നമുക്ക് വളരെ മാധുര്യമാർന്നതാണ്. പക്ഷെ ഒരിക്കലുമല്ല സുഹൃത്തുക്കളെ, പ്രണയം എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോംപ്രമൈസിൽ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ആ സംഭവം സാഫല്യമാവുകയുള്ളൂ. അത് സാഫല്യമാകണമെങ്കിൽ വളരെ രീതിയിലുള്ള പരിപാടികളും കാര്യങ്ങളും. ഇപ്പോഴത്തെ പ്രണയമൊന്നും നമുക്ക് സമകാലീന കാലഘട്ടത്തിൽ കാണുന്ന പ്രണയങ്ങളൊന്നും പക്ഷേ നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റുകയില്ല. എല്ലാം പണത്തിനും പെണ്ണിനും സുഖാനുഭൂതികൾക്കും വേണ്ടി മാത്രം ഒരു ജീവിച്ച് കണ്ട് അല്ല, അങ്ങനല്ല. ഇത് നിമിഷപ്രസംഗം എന്ന് പറയും. നമ്മൾ ഞാൻ പറയും ഒരു ടോപ്പിക് പറ. അത് മതത്തിൽ പറയണോ രാഷ്ട്രീയത്തിൽ പറയണോ അതും കൂടി ഇതാക്കുക. ട്രയൽ ഫുഡ് ഫുഡ് ഉണ്ടാക്കാൻ കുറെ സമയം എടുക്കും. എന്നാലും ഒരു ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും നീ ഉണ്ടാക്കി വെക്കെടുക്കും. ഇപ്പൊ ഉണ്ടാക്കണം. ഇപ്പൊ ഉണ്ടാക്കാൻ പറ്റില്ല. അല്ല, ഉണ്ടാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ യാത്രാക്ഷീണുണ്ടോ? അല്ല, അങ്ങനെയല്ല. അല്ല, ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ചായ എന്തെങ്കിലും നിന്റെ ഒരു സ്റ്റാർട്ടിങ് നോക്കാൻ പറ്റും. നമുക്ക് ചായ എന്താ ഉണ്ടാക്കാം. ബിരിയാണി ഉണ്ടാക്കാൻ എത്ര മണിക്കൂർ എടുക്കും? ബിരിയാണി ഉണ്ടാക്കാന് പിന്നെ അരിയൊക്കെ പെട്ടെന്നാവും. പിന്നെ മൊത്തത്തിൽ എത്ര മണിക്കൂർ? ബിരിയാണി നമുക്ക് പല ടൈപ്പിൽ ഉണ്ടാക്കാം. അതായത് ഒരു ആവറേജ് ഒരു 45 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് പിന്നെ ഇത് ബീഫാണെന്നെ കുറച്ചും കൂടി സമയം എടുക്കും ഒന്ന് നല്ല രീതിയിൽ വന്നിട്ടൊക്കെ വരാൻ. 45 മിനിറ്റ് കൊണ്ട് നീ ബിരിയാണി ആക്കും? അതാക്കണം. 45 മിനിറ്റ് കൊണ്ട് 45 മിനിറ്റ് ആക്കും. പോയി 45 മിനിറ്റ് കൊണ്ട് ബിരിയാണി ആക്കിട്ടോ. പിന്നെ ഇപ്പൊ ഓക്കെ, ഇപ്പൊ ജസ്റ്റ് ഒരു ചായ ഓംലേറ്റ് അങ്ങനെ എന്തെങ്കിലും ആക്കിട്ട് നിക്കല്ല. ഇത് ഇതാക്ക്. എന്താണ് പറയണ്ടേ? പ്രസംഗം അതാ പറയുന്നുണ്ട്. ഡ്രഗിനെ കുറിച്ച് ഫാമിലി ഡ്രഗിനെ കുറിച്ച് പറയാം. ഡ്രഗിനെ കുറിച്ച് ഒരു ബോധവൽക്കരണം പോലത്തെ മനുഷ്യന്റെ ലഹരിയായിട്ട് ഒരു പക്ഷേ ആണും പെണ്ണും സമൂഹത്തിലെ എല്ലാ ആളുകളും കാണുന്ന ഒരു സംഭവമാണ്. അതായത് ഒരു നിമിഷത്തെ സുഖത്തിനും അനുഭൂതിക്കും വേണ്ടിയിട്ട് അവർ ഡ്രഗ് ഉപയോഗിക്കുന്നത്. ഡ്രഗ് എന്ന് പറയുന്ന മാരക ലഹരി എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ നൈമിഷിക സുഖത്തിന് വേണ്ടിയിട്ട് മാനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് അവൻ്റെ ജീവിതത്തിൻ്റെ സകലമായ രീതിയിലുള്ള ആരോഗ്യവും പിന്നെ അതുപോലെ തന്നെ അവൻ്റെ ഭാവിയിലേക്കൊക്കെ നീണ്ടു നിൽക്കുന്ന സന്തോഷങ്ങളും കുടുംബങ്ങളും നശിച്ചു പോകുന്നുള്ള യാഥാർത്ഥ്യവും നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാകുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മുടെ യുക്തിക്ക് മുകളിൽ വിവേകത്തിനെ പ്രതിഷ്ഠിക്കാൻ വികാരത്തിന് മുകളിൽ വിവേകത്തെ പ്രതിഷ്ഠിക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കണം. പക്ഷേ ഇന്നത്തെ തലമുറ ഇതൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ അവരുടെ സ്വാഭാവികമായിട്ടുള്ള ശേഷിയും ചിന്താശേഷിയും അതേപോലെ തന്നെ ബുദ്ധിയും അതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മാത്രവുമല്ല മാരകമായ ലഹരി പല രീതിയിലും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊരു പക്ഷേ അവരുടെ ശരീര അവയവങ്ങളും മറ്റൊക്കെ നശിച്ചു പോകാനും അങ്ങനെ പല കാരണങ്ങളും ഉണ്ടാകും. സന്തോഷങ്ങളുണ്ട്, വേറെ ഒന്നും വിചാരിക്കേണ്ട നിങ്ങള്. ഐ ആം ഹാപ്പി. എന്റെ മനസ്സ് കണ്ടകടാ നിങ്ങളെന്റെ മുത്താണ്. തരും മുട്ട. എനിക്ക് തലമ മുടിയുണ്ടല്ലോ. താങ്ക്സ്. പിന്നെ ഓക്കെ, എന്താ ചെയ്യിപ്പിക്കണ്ട ഇവനെ കൊണ്ട്? എന്താ ചെയ്യിപ്പിക്കണ്ട? ഫുഡ് ഉണ്ടാക്കിപ്പിക്കാന്ന് പറഞ്ഞാൽ ഒരു കുറെ ടൈം എടുക്കുന്ന പരിപാടി. അത് ഞാൻ ലൈവ് ആയിട്ട് ഞാൻ ട്രയൽ നോക്കിക്കോളാം. ഇപ്പൊ എന്തെങ്കിലും ലേറ്റ് ആയിട്ട് ഇവനെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യിപ്പിക്കണം, എന്തെങ്കിലും ചെയ്യണം പറ. ചാറ്റ് പറ, എന്താ ചെയ്യിപ്പിക്കണ്ട പറ. എന്തെങ്കിലും ഒരു നാണം കെടുത്താത്തൊരു അറിയില്ലേ? അല്ല, അങ്ങനല്ല. എന്നെ പോലെ നാണുമാനില്ലാത്തവനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്നിട്ട് നീ നാണം കെടുത്താണെന്ന് പറയും. നീ എന്നെക്കാളും നാണമില്ലാത്തവനാണ്. എന്റെ ക്യാരക്ടർ കണ്ടാ എനിക്ക് അങ്ങനെ തോന്നിപ്പോ. ഇതെന്താ സെറ്റപ്പില്ലേ നോക്ക്. ഇഷ്ടപ്പെട്ട് അല്ല, ഞാൻ വിചാരിച്ച പുറമേന്ന് കാണുമ്പോ പക്ഷെ ഇത് എന്താ ലെവല്. അത്ര വലിയ സെറ്റപ്പ് ഒന്നുമില്ല. റൂമൊന്നും മര്യാദക്ക് ചെയ്തിട്ടില്ല, ഇന്ത്യയിൽ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും ഇത് കിട്ടില്ലല്ലേ. BMW പുറത്ത് എന്റെ പത്ത് ഇനി തൊപ്പിന്റെ ഞാൻ വിരാജിക്കും. എന്നെ മാല ഉണ്ടില്ല കത്തില്. റെസ്റ്റ് എടുക്കണം മുകളിൽ. വേണ്ട, ഇനി റെസ്റ്റ് ഇല്ലാത്ത സമയാ. വേണ്ടാത്ത വർത്താനം. എന്ത് ഓന്ത ഉദ്ദേശിച്ച്? നോർമലി പറഞ്ഞ നീയല്ലേ വേറെ ചിന്തിക്കുന്നത്. അങ്ങനെ സത്യമായിട്ടും കുറെ കാലം ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും കിട്ടി, ഭാഗ്യം. നിങ്ങൾ ഒറ്റ കാരണം ഒന്ന് ആഴ്ച നോക്ക്. ഒരു പരിചയം പോലും 17 ഫോളോവേഴ്സ് ഉള്ള എനിക്ക് ഇവിടെ എത്താൻ പറ്റി നിങ്ങൾ ഒറ്റ സപ്പോർട്ട് കൊണ്ട് മാത്രം. കാരണം വേറെ പിടിവള്ളിയോ വേറെ സെലിബ്രിറ്റികളെ നമുക്ക് അറിയോ ഇൻഫ്ലുവൻസേഴ്സിനെ അറിയോ അങ്ങനത്തെ ഒരു പരിപാടി ഒന്നുമില്ല. എന്നിട്ട് ഇതാ ഈ ലെവലിൽ ഒരുത്തന്നെ ഈ ലെവലിൽ എന്നെ പിടിച്ചിട്ട് ഇങ്ങനെ പൊന്തിച്ചുകൊണ്ട് എൻ്റെ ഒരു പിടിവള്ളിയാണ്. ഇടക്കിടക്ക് ടച്ച് നീ അധികം ടച്ച് ചെയ്യാണ്ടാ. കാണുന്നുണ്ടാ
ഇന്നത്തെ സംഭവം അടിപൊളിയായിന്. എവിടെയാ എന്തല്ല പിന്നെന്താ വേറെന്താണ്? നോക്കട്ടെ. വെള്ളിയാഴ്ച പള്ളിയിലെ മുസ്ലിയാറിന്റെ പ്രസംഗം. ഏത് ടോപ്പിക് പറ. ജാസി എന്ന് തന്നെ പറയണം, പോലീസ് കേസെടുത്തു അന്വേഷണം. പ്രസംഗം പറയണ. ജാസി എന്ന് പേരുള്ള എല്ലാരും കുണ്ടന്മാരെന്ന് പറയുന്നത് സുഹൃത്തുക്കളെ. കാരണം വെച്ചാൽ ഓരോ മനുഷ്യന്റെ മനസ്സും നിങ്ങൾക്ക് മനസ്സിലാവും. മമ്മു ആൻഡ് കുക്ക് ഫ്രഞ്ച് അടിക്കാൻ പറയുന്ന അങ്ങനെയല്ല, അതല്ല, എല്ലാത്തിനും ഒരു മാന്യത ഉണ്ട് സുഹൃത്തുക്കളെ. അതിൽ നമുക്ക് ഒരു പരിധി കൂടുതൽ നമുക്ക് പരിമിതികൾ നമുക്ക് വരില്ല. ഓക്കെ. കുക്കിനെ തൊപ്പിനെ ഒരു നോട്ടം നെയ്മ ജില്ല ഫോർ ആൻ എഡിറ്റ് ഓർ ബി കുണ്ടൻ. നെയ്മ ജില്ല ഫോർ ആൻ എഡിറ്റ് ഓർ ബി കുണ്ടെന്നാ കണ്ണൂര്. എന്താ സംഭവം? അറിയില്ലടാ. സഹദേ നാട്ടിൽ വരുന്നുണ്ടോ? തൊപ്പി സജിദേ സോങ് പ്ലീസ്. ബെർലിനീസ് യൂട്യൂബറിൽ കൊടുക്കും. മമ്മു ആദ്യം മൈരൻ ഇപ്പോ പൊളി. മമ്മു ഒരു മണ്ണ. തൊപ്പി മമ്മു ലൈവിൽ ഓവറാണ്, അവരോട് പറ. തൊപ്പി കൊടുത്താണ് ഞാൻ വായിച്ച്. പരട്ട ഒരു പാട്ട് മമ്മു പാട്. മമ്മുനോട് പാട്ട് വേണം പറയാം. 40 രൂപ ത്രൂ ഗൂഗിൾ പേ. ജാസിനി 9 അല്ല 8.9 ആണ്. 8.9 ഉണ്ടാവോ? 9 ആകുന്നതിന്റെ തൊട്ട് മുമ്പുള്ളതാ. ഒരു പോയിന്റും കൂടി ഉണ്ടെങ്കിൽ 9 ആയതാ. ഇങ്ങനത്തെ പറയലില്ല. മാനസികമായിട്ട് ഞാൻ ഇങ്ങനെ ഇപ്പൊ ആവേശത്തിൽ കളിക്കുന്നേ ഉള്ളൂ. എന്റെ മനസ്സിൽ മൂഡ് ഓഫ് വായിച്ചു ബ്രോ. എനിക്ക് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊറേ താങ്ക് യു. കുക്കിന് ഇത്ര മുടി പാടി. അല്ല ഒന്നുമില്ല.